ഗസയിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നതും അതേപോലെ തന്നെ ഗസയിലെ ഹോസ്പിറ്റലുകളെ ആക്രമിച്ചതും സ്കൂളുകളെ ആക്രമിച്ചതും ഈ മുട്ടായി കവറുകൾ പൊതിഞ്ഞു വെച്ചതുപോലെ കുട്ടികളുടെ മൃതദേഹങ്ങൾ നമ്മൾ കണ്ടതെല്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഇതേപോലെ തന്നെ കുട്ടികൾ മരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രൈസിസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. ഈ രാജ്യം അങ്ങ് അമേരിക്കയുടെ മൂക്കിൻ തുമ്പത്താണെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പറഞ്ഞു വരുന്നത് ക്യൂബയെ കുറിച്ചാണ്. നമ്മൾ ഇസ്രായേൽ ലെബനോൻ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ അമേരിക്ക ഇറാൻ വാറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും ഇസ്രായേലിന്റെ ഗസാലെ ഫലസ്തീൻ അധിനിവേശത്തെ കുറിച്ച് സംസാരിക്കുന്നൊക്കെ സമയത്ത് നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ക്യൂബ എന്ന് പറയുന്നത്. ക്യൂബ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണെന്നുള്ളത് പറയാം. അതിനും തന്നെ ഒറ്റ കാരണമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരൊറ്റ പേരേ ഉള്ളൂ. അതാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്ന മനുഷ്യന്റെ കിരാതമായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് ക്യൂബ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ക്യൂബ എനർജിക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഓയിലാണ്. അതേപോലെ തന്നെ ക്യൂബക്ക് വേണ്ടിയിട്ടുള്ള ഓയിലെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് വെനിസ്വേലയുമാണ്. വെനിസ്വേലയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഒരു ദിവസം രാത്രി അമേരിക്കൻ പട്ടാളം പോയിട്ട് അവിടെ നിന്ന് വെനിസ്വേലയുടെ പ്രസിഡന്റിനെ അടിച്ചുകൊണ്ട് പോരുകയും ഇവർക്ക് ഇഷ്ടമുള്ള ഒരാളെ, ഒരു പപ്പറ്റിനെ അവിടെ കുടിയിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടുകൂടെ സംഭവിച്ചത് വെനിസ്വേലയുടെ ഓയിൽ കൺട്രോള്, വെനിസ്വേലയുടെ ഓയിൽ പാടങ്ങൾക്ക് മേലുള്ള കൺട്രോള് ട്രംപിന്റെ കയ്യിലോട്ട് വന്നു എന്നുള്ളതാണ് അതിലൂടെ സംഭവിച്ചത്. ഇങ്ങനെ സംഭവിച്ചപ്പോൾ 2016 കാലഘട്ടങ്ങളിൽ, അതായത് ഒബാമ ഭരണത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അമേരിക്ക ക്യൂബയ്ക്കെതിരെ ഏർപ്പെടുത്തിയിരുന്ന എംബാർഗോയ്ക്ക് കുറച്ചധികം റിലാക്സേഷൻസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ട്രാവലിംഗ് എംബാർഗോ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എംബാർഗോ കുറവ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലൂടെ, ഡിപ്ലോമാറ്റിക് ടോക്കിലൂടെ ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കുറച്ച് ദൃഢമാവുകയും കുറച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ കാണിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ട്രംപ് അധികാരത്തിൽ എത്തിയതിനു ശേഷം ഏകപക്ഷീയമായിട്ട് ആ കരാറുകളിൽ നിന്നെല്ലാം തന്നെ, ആ തീരുമാനങ്ങളിൽ നിന്നെല്ലാം തന്നെ പുറകോട്ട് പോവുകയാണ്. എക്സാക്ട്ലി ഇറാനിൽ എന്താണോ ട്രംപ് ചെയ്തത് അതേ പരിപാടി തന്നെയാണ് ട്രംപ് നേരെ ക്യൂബയിലും ചെയ്തത് എന്നുള്ളതാണ്. കാരണം ബറാക് ഒബാമയുടെ ഭരണകാലത്ത് ക്യൂബയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളിൽ നിന്നും ക്യൂബയ്ക്ക് കൊടുത്തിട്ടുള്ള എംബാർഗോ റിലാക്സേഷനിൽ നിന്നെല്ലാം ഏകപക്ഷീയമായിട്ട് ട്രംപ് പിന്മാറി എന്നുള്ളതാണ്. അപ്പോൾ ഈ അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. ട്രംപിന്റെ ടാക്ടിക്സ് എന്ന് പറയുന്നത് ക്യൂബയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക, ക്യൂബയെ കൂടുതൽ പ്രഷറൈസ് ചെയ്യുക, എന്നിട്ട് അവിടെ അമേരിക്കക്ക് വേണ്ട ഒരു ഭരണത്തിനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫോറിൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന രീതിയിൽ, കൂടുതൽ പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് ക്യൂബയെ കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് ട്രംപ് ഫോർസി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ വെനിസ്വേലയുടെ ഓയിൽ കൺട്രോൾ ആയതിനു ശേഷമാണ് ട്രംപ് പറയുന്നത് ക്യൂബയിലോട്ട് ഇനി ഓയിൽ വിൽക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ക്യൂബക്ക് ഇനി ഓയിൽ കൊടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത്. അത് വെനിസ്വേലക്ക് മാത്രമല്ല, ലോകത്തിലുള്ള ഒരു രാജ്യങ്ങൾക്കും ക്യൂബയിലോട്ട് ഇനി ഓയിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ഇതോടുകൂടെ പ്രതിസന്ധിയിലായത് മൊത്തത്തില് ക്യൂബയുടെ ഹോസ്പിറ്റലുകളും അതേപോലെ തന്നെ ക്യൂബയിലുള്ള സാധാരണ ജനങ്ങളാണെന്നുള്ളതാണ്. അതായത് ഏകദേശം 2 മണിക്കൂറോ 3 മണിക്കൂറോ മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പൊ കറണ്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഹോസ്പിറ്റലുകൾ നമുക്കറിയാം, വെന്റിലേറ്റേഴ്സ് പോലെയുള്ള ഒരുപാട് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ജീവനെ നിലനിർത്തുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ കറണ്ട് വേണം. അപ്പോൾ ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ക്യൂബയിൽ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി പ്രതിസന്ധി ഉള്ള രാജ്യമാണ്. അവർ അതിനെ കൂടുതൽ തരണം ചെയ്യുന്നത് ഈ പറയുന്ന ജനറേറ്ററുകൾ വഴിയാണ്. ജനറേറ്ററുകൾ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ക്യൂബയ്ക്ക് എന്ത് കിട്ടണം? ഓയിൽ കിട്ടണം. എന്നാൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കാൻ പോലുള്ള ഓയില് ഇന്ന് ക്യൂബക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ക്യൂബയിലുള്ള പെട്രോൾ ബങ്കുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. മാത്രമല്ല ഏകദേശം 60 സെന്റും 6 സെന്റ് ഒക്കെ കൊടുത്തിട്ട് ആളുകൾ ഈ പറയുന്ന ചാർക്കോളും കോളും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇപ്പൊ അവർ പാചകം പോലും ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഹോസ്പിറ്റലുകളിലേക്ക് വേണ്ട വെന്റിലേറ്ററിലേക്കുള്ള പവർ സപ്ലൈ കട്ടായി കിടക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെന്നുള്ളതാണ്
ക്യൂബയെന്ന് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോ ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് ഒരു രാജ്യം നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആ രാജ്യത്തിന് മേലെ എന്ത് അട്രോസിറ്റി വേണമെങ്കിലും പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഒരു ലോകത്തിലെ ഒരു രാജ്യത്തിലെ ജനങ്ങളെ മൊത്തം ഇരുട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനം കയ്യൂക്കിന്റെ ബലത്തിൽ ട്രംപ് എടുക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ കാണണം. നമ്മൾ ലോകത്തിൽ ഇന്നേ വരെ നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു രാജ്യത്തിനെ ആക്രമിച്ച് അവിടുത്തെ ഒരു പ്രസിഡന്റിനെ അടിച്ചുകൊണ്ട് പോവാന്ന് പറയുന്ന ഒരു കാര്യം? ഇല്ല. ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ ആ കാര്യത്തിലോട്ട് വരെ അമേരിക്കയും ട്രംപും കടന്നു ചെന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവനോ ജനങ്ങളുടെ സ്വത്തിനോ ജനങ്ങളുടെ ആത്മാഭിമാനത്തിനോ ഇതിനൊന്നും തന്നെ ഒരു പരിഗണന നൽകുന്നില്ല. ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ പുല്ല് വിലയാണ് ട്രംപും അമേരിക്കയും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഇതിലൂടെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. മനുഷ്യർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, മനുഷ്യരെ വെൽത്താണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും ഓയിൽ കൊടുക്കാതെ ഹോസ്പിറ്റലുകളുടെ ജനറേറ്ററുകൾ വർക്ക് ചെയ്യാണ്ട് വെന്റിലേറ്ററുകൾ വർക്ക് ചെയ്യാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവിടത്തില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊന്നുമല്ല ലക്ഷ്യം. ഇവർക്ക് പേഴ്സണലായിട്ട് കിട്ടേണ്ട ബെനിഫിറ്റുകളോ അല്ലെങ്കിൽ ഇവരുടെ താല്പര്യങ്ങൾക്ക് വിപരീതം നിൽക്കുന്ന ആളുകളെയോ എന്ത് തരത്തിലാണെന്നുണ്ടെങ്കിലും എത്ര നീചമായ രീതിയിലാണെന്നുണ്ടെങ്കിലും നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഈ പറയുന്ന ആളുകളുടെ മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇറാനെ കുറിച്ചും അതേപോലെ തന്നെ ഫലസ്തീനെ കുറിച്ചും ലെബനോനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ അതേ ലെവലിൽ തന്നെ നമ്മൾ സംസാരിക്കുകയും നമ്മൾ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ് ഈ പറയുന്ന ക്യൂബയിലേക്ക് ഈ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ സാങ്ഷൻസ് എന്ന് പറയുന്നത്. ക്യൂബയെ സഹായിക്കാൻ വേണ്ടിയിട്ട് റഷ്യ ഒരു ഓയിൽ ടാങ്കറിനെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഓയിൽ ടാങ്കറിനെയും അമേരിക്ക പിടിച്ചടക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിന് ഒരു നാഥനില്ലാത്ത രീതിയിൽ ലോകത്തിൽ തോന്നും പടി എന്തും പ്രവർത്തിക്കാം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഇൻസിഡൻസുകളാണ് അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.